നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2-2.5 മണിക്കൂറായി. പെട്ടു. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദേ അടിപൊളിയായിട്ട് സ്നോയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് ഡോറ് തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇതാണ് സീന്. അത്യാവശ്യം തണുപ്പുണ്ട്. ഒരാഴ്ചയായിട്ട് നല്ല തണുപ്പാണ്. ഒരാഴ്ച കൂടുതലായിട്ട് നല്ല തണുപ്പാണ്. ഒരു ലാസ്റ്റ് വീക്ക് നല്ല ഹെവി ആയിട്ട് സ്നോ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ആ സ്നോ ഇതുവരേക്കും മാറിയിട്ടില്ല. അതേ ഒരു ഫീലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇന്നൊരു ചെറിയൊരു യാത്രയുണ്ട്. ഒരു പേഴ്സണൽ ആവശ്യമായിട്ടുള്ള പരമായിട്ടുള്ള യാത്ര. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോകേണ്ട ഒരു യാത്രയാണ്. അപ്പോൾ ആ യാത്ര മുടങ്ങുമോ എന്നിങ്ങനെ ആലോചിച്ച് നമ്മൾ ഡോറൊക്കെ തുറന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു സീന്. എന്നാലും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് യാത്ര പോകാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. വണ്ടിയൊക്കെ കയറി പോകുന്നുണ്ട്. അധികം സീനില്ലാതെ കയറി പോകാൻ പറ്റുന്ന വണ്ടിയൊക്കെ ഓടിച്ച് പോകാൻ പറ്റുന്ന കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും യാത്ര മുടക്കുന്നില്ല. നമ്മൾ യാത്ര പോകാൻ തന്നെ തീരുമാനിച്ചു. അത്രയ്ക്ക് ഫ്രോസ്റ്റ് ഒന്നും വണ്ടിയിൽ പിടിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫ്രോസ്റ്റൊക്കെ ഉരുകി മാറുന്നുണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള കണ്ടീഷനാവും. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2-2.5 മണിക്കൂറായി. അടിപൊളി വ്യൂ അല്ലേ. ഇവിടെ സൺറൈസ് ലേറ്റാണ് വിൻ്റർ സമയത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സൂര്യനൊക്കെ പതുക്കെ വരുന്നതേ ഉള്ളൂ. നമുക്കിനി ഏകദേശം 1 മണിക്കൂർ ഡ്രൈവും കൂടെ ഉള്ളൂ. ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് നല്ല കോസിയായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഈ മോട്ടോർ വേ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ക്രൂസ് കൺട്രോളിട്ട് വണ്ടി ഓടിക്കുക, അത്ര തന്നെ. ഗായ്സ് പെട്ടു. വണ്ടി സഡൻലി അങ്ങ് ഓഫായിപ്പോയി. എൻജിൻ പവർ അങ്ങ് പോയി. ഏകദേശം നമ്മൾ 70-73 മൈൽ സ്പീഡുണ്ടായിരുന്നു. അതായത് 120 കിലോമീറ്റർ അടുപ്പിച്ച് സ്പീഡുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് ലിസ്മോനും 3G അവസ്ഥയിലാണ്. അപ്പോൾ വണ്ടി നമ്മൾ ഹാർഡ് ഷോൾഡറിൽ വണ്ടി ഒതുക്കി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചു. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആകത്തില്ല. കാരണം പവർ അങ്ങ് പോയി. എൻജിൻ്റെ പവറും പോയി. വണ്ടി സ്റ്റാർട്ട് മോഡിലോട്ട് വരുന്നില്ല. പാർക്ക് മോഡിലങ്ങ് കിടക്കുക. നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ വെയിറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ വണ്ടി സ്റ്റാർട്ട് മോഡിലോട്ട് തിരിച്ച് വരുന്നില്ല. പാർക്ക് മോഡിൽ തന്നെ ബൈ ഡിഫോൾട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ റോഡ് സൈഡ് അസിസ്റ്റൻസ് വിളിച്ചു. ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ചെടുത്തു. നമുക്കെല്ലാം കൂടെ വണ്ടി വന്ന് നമ്മൾ ഗ്യാരേജിൽ വണ്ടി ഇറക്കുക. അപ്പോൾ ഗ്യാരേജിൽ ഇറക്കി. ഇന്നിപ്പം സാറ്റർഡേ ഈവനിങ് ആണ്. അപ്പോൾ ഗ്യാരേജിൽ ഇന്ന് കാണത്തില്ല. നമുക്ക് സൺഡേ വെയിറ്റ് ചെയ്തിട്ട് മൺഡേ നമുക്ക് ഗ്യാരേജിൽ കീ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഗ്യാരേജിൻ്റെ ഫ്രണ്ടിൽ വണ്ടി ഇറക്കി വെക്കാനേ പറ്റത്തുള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വേറെ ഒന്നും ചെയ്യാനില്ല. വണ്ടി ഇവിടെ ഇട്ടിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത് ജാഗോറിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഗ്യാരേജാണ്. അത്യാവശ്യം റേറ്റിംഗും റിവ്യൂ ഒക്കെ ഉള്ള ഗ്യാരേജാണ്. അപ്പോൾ വണ്ടി അവർ ഡയഗ്നോസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏകദേശം വൈകുന്നേരം ആവും തോന്നുന്നു. അപ്പോൾ എനിക്കിത് ഫുൾ ഇൻഫർമേഷൻ കിട്ടാൻ എന്താണ് ഫോൾട്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ തിരിച്ച് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം.